ഉണ്ടാക്കാൻ പോകുന്നതെന്നാ പറയാൻ പോകുന്നു. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്തു വെക്കുന്നതിന് എന്തോ എടുത്തു വെക്കുമെന്നാ പറഞ്ഞേ? ഇൻഗ്രീഡിയൻസ്. മോളോ അല്ലേ? ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചു. അപ്പൊ നമ്മളെന്താ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളെന്താ കളഞ്ഞ് നമ്മൾ ഈ പഴത്തിന്റെ തൊലി കളഞ്ഞിട്ടല്ലേ കഴിക്കുന്നത്. തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്ത് വരും. ഇങ്ങനെ പതിയെ അതിലോട്ട് പ്രസ് ചെയ്ത് എടുക്കുന്നതിന് എന്താ പറയുന്നത്? സ്മാഷ് ചെയ്യുക എന്ന് പറയും. മനസ്സിലായില്ലോ? കുക്കിങ്ങിനകത്തെ ഓരോ വേർഡ്സ് ആണ് അല്ലേ? ഏത്തപ്പഴം ഒന്ന് സ്മാഷ് ചെയ്ത് വരാം. ചെയ്യട്ടെ? നിങ്ങൾ അന്നേരം എന്താ ഒന്നാം നാൾ ഉല്ലാസ നാളും പോവാന്നോ? നമുക്ക് പാട്ട് പാടണ്ടേ? ആ സമയം അല്ലെ നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ? ഈ കൈയുടെ അതിനാ നമ്മൾ കൈ വൃത്തിയായിട്ട് കഴിക്കുന്നത് അല്ലേ? ഇനി കണ്ടോ ഇങ്ങനെയാണ് സ്മാഷ് ചെയ്തെടുക്കുന്നത്. കേട്ടോ, നന്നായിട്ട് നമ്മളത് സ്മാഷ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ സ്മാഷ് ചെയ്ത് വെച്ചു അല്ലേ? അടച്ചു വെച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഈ പാനിനകത്ത് നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളുടെ നട്ട്സ്, ഇതിനകത്ത് കുറച്ച് നട്ട്സ് ഉണ്ട്, ആ നട്ട്സ് അതിനകത്ത് ഇട്ട് വറക്കും. അതോടൊപ്പം അത് വറുത്ത് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ വരുമ്പോ ഈ എന്ത് ഇട്ട് കൊടുക്കും? കിസ്മിസ് കൂടെ, ഉണക്കമുന്തിരിങ്ങ കിസ്മിസ് എന്ന് പറയും, അത് കൂടി ഇട്ട് കൊടുക്കും. അതിങ്ങോട്ട് എടുത്തു മാറ്റിയിട്ട് നമ്മൾ എന്തോ എടുത്തു വെച്ചിട്ടുണ്ട്? തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ ആ നെയ്ക്കകത്ത് ഇടും. ഇട്ട് അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. ആ ചൂടാക്കുന്നുണ്ട് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഇത് എത്ര ഏത്തപ്പഴമാ? 5 ഏത്തപ്പഴമായിരുന്നു നമ്മൾ ഉണ്ടാക്കുന്നത്. 5 ഏത്തപ്പഴം കൊണ്ടുള്ള ബനാന ഡോനട്സ് ഉണ്ടാക്കും. ഡോനട്സ് എന്ന് പറയുമ്പോൾ വലിയ ഡോനട്സ് അല്ല, നമ്മൾ ചെറിയ ചെറിയ ഡോനട്സ് ആണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞു ഡോനട്സ്. അപ്പൊ അതിന് 5 ഏത്തപ്പഴം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ പറയാം. ഓക്കെ, അത്രയും ചെയ്യട്ടെ. ഇതിനകത്ത് ഞാൻ നട്ട്സും കിസ്മിസും തേങ്ങയും ഒന്ന് ചെറുതായിട്ട് വറുത്ത് കൊണ്ടുവരാം. ഓക്കെ, കണ്ടോ? അവിടെ ഇരുന്ന് എല്ലാവരും അവിടെ ഇരുന്ന് കാണിക്കാം. ഇത് കണ്ടോ? നട്ട്സും കിസ്മിസും നെയ്ക്കകത്ത് വറുത്തു ചെയ്ത് തേങ്ങ ഇട്ട് ചെറുതായിട്ട് ചൂടാക്കി. തേങ്ങാപ്പീര ചൂടാക്കി. അവിടെ മിക്സിക്കകത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ട് ഏലക്ക പൊടിക്കും. മിക്സ് എന്താ ചെയ്യുന്നത്? ഏലക്ക പൊടിക്കുക അല്ലേ? ആ ഏലക്ക പൊടിക്കുന്നതിന്റെ കൂടെ നമ്മൾ ഈ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് പൊടിക്കും. ചൂടാക്കിയ തേങ്ങാപ്പീര പഞ്ചസാരയും ഏലക്കായും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചതിനകത്തിട്ട് അതും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് വന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ക്രഷ് ചെയ്യുക എന്നാ വന്നു. ഇനി അതെന്താ? നമ്മള് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കും. ഇതെന്താ? സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ? എന്തൊക്കെയാ ചേർത്ത് കൊടുത്തേ? ഒന്നുകൂടെ പറഞ്ഞേ. ആദ്യം എന്താ ചെയ്തേ? പഴം പുഴുങ്ങിയത് അല്ലേ? ഏത്തപ്പഴം, പഴമല്ല, നമുക്ക് പഴമുണ്ട് ഏത്തപ്പഴം ഉണ്ട് അല്ലേ? ഇതെന്താ? ഏത്തപ്പഴം പുഴുങ്ങിയത് ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? ഇതിനകത്തേക്ക് 2 സ്പൂൺ ഈ ഒരു കപ്പിന് 1 കപ്പ്, ചെറിയ കപ്പാ അല്ലേ? ഈ ഒരു കപ്പിന് നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ടേ നമുക്ക്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചേർക്കുന്നത്? പഞ്ചസാര ചേർക്കും. ഓക്കെ, അപ്പൊ അത് വന്നിട്ട് നമ്മൾ എന്താണ് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്തൊക്കെയുണ്ട്? ഏത്തക്ക പഴം അല്ലേ? ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട്, തേങ്ങ ഉണ്ട് അല്ലേ? പിന്നെന്താ ഉള്ളത്? പഞ്ചസാരയുണ്ട്,
ഏലക്ക പൊടിച്ചതുണ്ട് അല്ലേ? ഇപ്പൊ ഇത്ര ഇട്ടില്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് ഇതില് 4 പീസ് ബ്രെഡ്. ആ ബ്രെഡ് ഇപ്പം ഇതിനകത്തൊന്ന് പൊടിച്ചു കൊണ്ടുവരും. ബ്രെഡ് പൊടിക്കാൻ പോവുക. മിക്സിക്കകത്ത് പൊടിച്ചുകൊണ്ട് വരും. ഓക്കെ, ബ്രെഡ് പൊടിച്ചത് ഈ മിക്സിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക അല്ലേ? പിന്നെ നമുക്ക് പാട്ടിനി പാടാം. ഇപ്പൊ അത് കാണുക കണ്ടോ? പൊടിച്ചുകൊണ്ടുവരും. ഓക്കെ, ബ്രെഡ് പൊടിച്ചത് ഈ മിക്സിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക അല്ലേ? പിന്നെ നമുക്ക് പാട്ടിനി പാടാം. ഇപ്പൊ അത് കാണുക കണ്ടോ? ഇതിനകത്ത് എന്താ പൊടിച്ചു കൊടുത്തത്? ബ്രെഡ്. 4 പീസ് ബ്രെഡ് പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അല്ലേ? എന്തൊക്കെയാ ഇതിനകത്തുള്ളത്? ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കും. ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്താ പറയുന്നത്? മിക്സ് ചെയ്യുക എന്ന് പറയും. നെയ്യ് കൂടെ ചേർക്കും. കുറച്ച് ഉണ്ടോ? പിന്നകത്ത് ഇപ്പൊ നെയ്യുമായി അല്ലേ? ഇതേ നിന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ എടുക്കും. വലിയ പോർഷൻ അല്ലേ ഇരിക്കുന്നേ? ആ വലിയ പോർഷനേന്ന് ചെറിയ പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ മുന്തിരിങ്ങയൊക്കെ അതിനകത്ത് വരും, നട്ട്സും ഒക്കെ ചിലതിനകത്ത് വരും കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് കൈവെള്ളയിൽ വെക്കും. നോക്കിയേ എങ്ങനെയാ ചെയ്യുന്നത്? കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇടും. നമുക്ക് ഡോനട്ടിന് നടുക്കൊരു ഹോളില്ലേ അല്ലേ? എന്നിട്ട് അത് തിരിച്ചു കൂടെ വെച്ച് ചെറിയൊരു ഹോള് പോലിട്ട് ഈ സൈഡെല്ലാം ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. എല്ലാം കഴിക്കാൻ പറ്റിയ സാധനങ്ങളല്ലേ അല്ലേ? ഇങ്ങനെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് ഈ തവയില് നെയ്യ് പുരട്ടിയിട്ട് ഇങ്ങനെ വെച്ച് തിരിച്ചും മറിച്ചും മൊരിച്ചെടുക്കും. എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അതായത് ഏത്തപ്പഴം, തേങ്ങ, പിര, ബ്രെഡ്, നട്ട്സ്, കിസ്മിസ്, പഞ്ചസാര ഇത്രയും ചേർത്ത് നമ്മൾ എന്തുണ്ടാക്കി? ഒരു വലിയ ബോൾ ഉണ്ടാക്കി അല്ലേ? ഇതിനെന്ത് പറയും? ഡൗ എന്ന് പറയും. മാവ് അല്ലേ? ഡൗ. അത് തന്നെ കുറച്ചെടുത്തു. മാവെന്ന് പറയണ്ട, എല്ലാം കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാ. ഇങ്ങനെ പിടിക്കാനായിട്ട് ഫേം ആവാനായിട്ടാണ് നമ്മൾ എന്ത് ചേർത്ത് കൊടുത്തത്? ബ്രെഡ് ചേർത്ത് കൊടുത്തത്. മനസ്സിലായോ? എന്നിട്ടെന്താ ഒരു ചെറിയ ബോൾ എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യാ? ഇങ്ങനെ നടുക്ക ഒരു വിരള് വെച്ച് നമ്മളൊരു ഹോൾ ഇടും. ഒരു കുഴി പോലെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ പാൻ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിൽ ഇങ്ങനെ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് എടുത്തു കൊണ്ടുവരാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് നെയ്ക്കകത്ത് ഈ പാനിനകത്ത് വെച്ച് മൊരിച്ചോണ്ട് വരാം. ഓക്കെ, അത് ചെയ്യട്ടെ. അപ്പൊ മിസ്സുമാർ അത് നിങ്ങൾക്കുള്ളത് ബാക്കി വേണ്ടിയാണ്. വലിയ പാടാ.